ബോംബെയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണോ നിങ്ങൾ തിരയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ന്യൂ വസന്താശ്രമം. ഇത് 1947 സ്ഥാപിച്ചത്. അപ്പോൾ യാതൊരു റിനോവേഷനും ഒന്നും നടക്കാത്ത അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു ലോഡ്ജാണിത്. അപ്പോൾ ഇവിടെ ചെറിയൊരു അടുക്കളയും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പാചകം ചെയ്യാനൊക്കെ. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്രോഫേർഡ് മാർക്കറ്റ്. അത് ഇവിടെയുള്ള ഒരു വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ മാർക്കറ്റുകളും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ VT സ്റ്റേഷനിൽ നിന്ന് ഒരു 10 minutes വാക്കാണ്. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് പെർ ബെഡ് 600 rupees. അത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കും പിന്നെ നമ്മളെ കീശ കാലിയാവാതെ നോക്കുന്ന ആൾക്കാർക്കും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ ഇവിടെ ഫുഡൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ചായ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ്. ഇത് ശരിക്കും ഒരു ഭയങ്കര ഒരു പോഷ് ഏരിയയും കൂടെയാണ്. നമ്മുടെ പിന്നെ താജ് ഹോട്ടൽ, പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഇതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ഡോർമെറ്ററിയാണ്. ഇങ്ങനെയാണ് ഇവിടെയുള്ള ബെഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമും കോമൺ ആണ്, അത് സെപ്പറേറ്റ് ആണ്. അപ്പം ഇത് ഞങ്ങൾ നിന്ന ആ റൂമാണ്. ഇങ്ങനെയാണ് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൂടുതലും ഫോറിനേഴ്സാണ് സ്റ്റേ ചെയ്യാൻ വരുന്നതെന്നാണ് ഈ റിസപ്ഷനിൽ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത്. ഈ 2 ഫ്രണ്ട്സും സ്വീഡനിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒരു 3 മാസം എങ്ങാനും ഈ ഇന്ത്യയിൽ നിൽക്കും, ഇനി കേരളത്തിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ ഫിലിം ആക്ട്രസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്താണ് ഇവിടെ ഇഷ്ടപ്പെടാൻ കാരണം. അപ്പം പഴമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ കാരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പഴമയെ അതേപോലെ തന്നെ ഒരു റിനോവേഷനും നടക്കാതെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഡ്ജ് അന്വേഷിക്കുകയാണെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കൂ. പിന്നെ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഇങ്ങനെ ഒരു സ്റ്റേ ഇവിടെ ഉണ്ടെന്ന്. ഇത് യൂത്ത് ഹോസ്റ്റലിൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇത് അന്വേഷിച്ചപ്പോൾ അവരാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നത്. ന്യൂ വസന്താശ്രമം, അത് ക്രോഫേർഡ് മാർക്കറ്റിൻ്റെ അടുത്താണ്. പിന്നെ VT സ്റ്റേഷൻ ഇതിൻ്റെ അടുത്താണ്. പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ, അതൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ബോംബെയിൽ നിങ്ങൾ കറങ്ങാൻ വരുമ്പം അധികം നമ്മൾക്ക് പൈസ ചിലവില്ലാതെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. അപ്പം പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.